നമസ്കാരം. കേരള അസ്ട്രോളജി ബ്ലോഗ് എന്ന ഈ ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 4/7/2024 വ്യാഴാഴ്ച ദിവസം, കൊല്ലവർഷം 1199, മിഥുനമാസം 20-ാം തീയതി, നക്ഷത്രം മകയിരം. ഞാൻ അജയ് നാരായണൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഏഴര ശനിയെക്കുറിച്ചാണ്. ഏഴര ശനി എന്ന് പറയുമ്പോൾ ശനീൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് വളരെ ഒരു ഭയപ്പാടോടെയാണ് കാര്യങ്ങളെ കാണുന്നത്. അങ്ങനെയല്ല, ശനീശ്വരൻ എന്ന് പറയുന്നത് ഒരു നീതിമാനായ ഒരു ദേവനാണ്. അപ്പോൾ നീതി നടപ്പാക്കുക എന്നുള്ള ഒരു ഇതാണ്. പലതരത്തിലുള്ള ദുരിതങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഈ ശനി എന്ന് പറയുന്നത്. സൂര്യപുത്രനാണ്. സൂര്യൻ്റെ 2 മക്കൾ, ഒന്ന് ഛായാദേവിയുടെ മകനാണ് ശനി എന്നാണ് ഹിന്ദു മെത്തോളജിയിൽ പറയുന്നത്. അതുപോലെ തന്നെ യമരാജനും സൂര്യൻ്റെ പുത്രനാണ്. ഈ 2 പുത്രന്മാരും നീതി നടപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നാണ് പറയുന്നത്. യമരാജൻ ഒരു ആളുടെ ജീവൻ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ കുചേലനാണോ കുബേരനാണോ രാജാവാണോ അതൊന്നും നോട്ടൂല. അപ്പോൾ ആ നീതി നടപ്പാക്കിയിരിക്കും. അതുപോലെ തന്നെയാണ് ശനീൻ്റെ കാര്യം. ശനി വന്നു കഴിഞ്ഞാൽ ശനീൻ്റെ സഞ്ചാരകാലത്ത് വളരെയധികം ഭക്തിയോടുകൂടി എല്ലാവരും നിൽക്കുക എന്ന് മാത്രമാണ്. ആ ധർമ്മ അനുഷ്ഠാനങ്ങൾ ആചരിച്ച് ശനിദേവനെ ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. അല്ലാത്ത സമയത്ത് ശനി ആ ധർമ്മ വെടിഞ്ഞില്ല ഒരു പ്രവർത്തനം നമ്മളെ ഭാഗത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശനിയുടെ ആ ദോഷം ഫലിക്കും, ആ പ്രാബല്യത്തിൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ശനീൻ്റെ ആ ദോഷം മാറണമെങ്കിൽ ശനീൻ്റെ കാരകത്വമുള്ള ശാസ്താവിനെയും അയ്യപ്പനെയും ഭജിക്കുന്നത് നല്ലതായിരിക്കും. ശനീൻ്റെ ആ ദൃഷ്ടിദോഷത്തിനും ഏഴര ശനി, ശനീൻ്റെ ദശാകാലം, അതേമാതിരി കണ്ടകശനി, അങ്ങനെയുള്ള ശനീൻ്റെ പലതരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഭക്തിയോടുകൂടെ നമ്മുടെ ജീവിതചര്യയിൽ ഒരു മാറ്റങ്ങളെല്ലാം വരുത്തി ഭഗവാനിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ ശനീൻ്റെ ഒരു ദോഷം നമ്മളെ ബാധിക്കൂല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏഴര ശനി എന്താണെന്ന് പറയാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏഴര ശനി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജന്മരാശിയുടെ 2-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും ശനി സഞ്ചരിക്കുന്ന ആ ഒരു കാലയളവിനെയാണ് ഏഴര ശനി എന്ന് പറയുന്നത്. ഏഴര ശനി എന്ന് വെച്ചാൽ ആദ്യത്തെ, ഇപ്പോൾ നമ്മുടെ 12-ാം ഭാവത്തിൽ ശനി വന്നു കഴിഞ്ഞാൽ ആ വരവറിയിക്കുന്നതിനെയാണ് 2.5 വർഷം, ശനീൻ്റെ 2.5 വർഷം. അപ്പോൾ അത് നമ്മളെ ജന്മരാശിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യും. അത് നമ്മളെ ജന്മരാശിയിൽ വരുമ്പോൾ അത് ജന്മശനിയായി മാറും. കൂടുതൽ പ്രശ്നങ്ങൾ ആ സമയത്ത് എല്ലാവർക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുമാതിരി ശനി നമ്മുടെ 2-ാം ഭാവത്തിൽ വരുമ്പോൾ ആ ശനീൻ്റെ കാഠിന്യം കുറഞ്ഞ് വരും. അപ്പോൾ ഈ 7.5 വർഷം നമ്മൾ വളരെയധികം സൂക്ഷിച്ച് വളരെ പൈസ ചിലവാക്കുന്ന കാര്യത്തിലായാലും രോഗം വരാതിരിക്കുന്ന കാര്യത്തിൽ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ശനി എന്ന് പറയുന്നത് വളരെ സാവധാനത്തിൽ മൂവ് ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ശനി ഒരു രാശി മാറണമെങ്കിൽ 2.5 വർഷം ആ രാശിയിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഒരു നക്ഷത്രപാദങ്ങൾ 108 നക്ഷത്രപാദങ്ങൾ ശനിക്ക് സഞ്ചരിക്കണമെങ്കിൽ, കാരണം 12 രാശികളിലൂടെ ആ സഞ്ചരിക്കുന്ന ആ നക്ഷത്രപാദങ്ങൾ മുഴുവനും സഞ്ചരിക്കാൻ 30 വർഷം ശനിക്ക് വേണ്ടി വരുന്നതാണ് പറയുന്നത്. കാരണം അത്രയും സ്ലോ ആണ് ശനീൻ്റെ സഞ്ചാരങ്ങൾ. അത് സൂര്യൻ്റെത് ഒരു മാസം സഞ്ചരിക്കാൻ 30 ഡിഗ്രിയാണ് വരുന്നത്. 30 × 60 എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി. ആ 360 ഡിഗ്രി എന്ന് വെച്ചാൽ ഒരു വർഷം ശനിക്ക്. സൂര്യന് ഒരു നക്ഷത്രമണ്ഡലം ഈ രാശി ചക്രങ്ങൾ മുഴുവനും സഞ്ചരിക്കാൻ ഒരു വർഷമാണ് എടുക്കുന്നത്. ചന്ദ്രന് വെറും 27 ദിവസമാണ് ഈ രാശിചന്ദ്രൻ 108 നക്ഷത്രപാദങ്ങളും സഞ്ചരിച്ച് വരാൻ ചന്ദ്രന് എടുക്കുന്ന സമയമാണ് 27 ദിവസം. വളരെ ഫാസ്റ്റോടുകൂടി സഞ്ചരിക്കുന്നതാണ് ചന്ദ്രൻ. ശനീൻ്റെ ഈ വളരെയധികം സ്ലോ ആകുമ്പോൾ ആ രാശിയിൽ ശനി ഇപ്പോൾ ഒരു രാശിയിൽ 2.5 വർഷം നിൽക്കുമ്പോൾ ആ 2.5 വർഷം നമ്മൾ വളരെയധികം കെയർഫുള്ളായി ഭക്തിയോടുകൂടി ശാസ്താവിനെയെല്ലാം പ്രാർത്ഥിച്ച് നല്ല കാര്യങ്ങൾ ദാനധർമാദികളിലെല്ലാം നല്ല വിശ്വാസത്തോടുകൂടി പാവപ്പെട്ടവർക്കും അംഗവൈകല്യങ്ങളുള്ളവർക്കും ദാനധർമാദികളെല്ലാം ചെയ്താൽ നല്ലതായിരിക്കും. കമ്പിളി, അതുമാതിരി കാക്കക്ക് ഭക്ഷണം കൊടുക്കുക, അതുമാതിരിയുള്ള ദാനധർമാദികളെല്ലാം ചെയ്താൽ ഒരുപാട് നമുക്ക് ഇത് കിട്ടും.
ഈ 7.5 ശനി കാലത്ത് ശാസ്താവിന് അയ്യപ്പനെ പോയി അയ്യപ്പൻ്റെ വ്രതങ്ങളോടുകൂടി ആ അയ്യപ്പനെല്ലാം ദർശനം എടുക്കുമ്പോൾ നമുക്ക് കുറേ അധികം ശാന്തതയും ഇതിനെല്ലാം കുറച്ചൊരു ആശ്വാസം കിട്ടും ഈ പ്രശ്നങ്ങളിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത്. ശനി മറ്റുള്ള ദേവന്മാരെ പോലെയല്ല, നീതി കൃത്യമായിട്ട് നടപ്പാക്കിയിരിക്കും. അപ്പോൾ ശനീൻ്റെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടാൻ ആൾക്കാർ വളരെയധികം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ കടം, അല്ലെങ്കിൽ രോഗം, മരണം, പലതിൻ്റെ കാരകത്വം ശനിക്കാണ്. കാരണം ശനി ഒരുപാട് അവഗണനകൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് ഈ ശനി എന്ന് പറയുന്നത്. രോഗം, മരണം, ആയുസ്, ദുഃഖം, അവഗണന, അതുമാതിരി ബന്ധനം, ജയിൽവാസം, അതെല്ലാം കാരകത്വം ദൈവം ശനീനെ ഏൽപ്പിച്ചിട്ടാണുള്ളത്. അപ്പോൾ ശനീൻ്റെ ആ ഒരു സഞ്ചാരം, ശനി നമ്മൾ അനുകൂലമാക്കാൻ വേണ്ടുന്നത് ദാനധർമാദികളും ഭക്തിയോടുകൂടി ജീവിക്കുക എന്നത് മാത്രമാണ്. ഇപ്പോൾ നിലവിൽ ശനി ഉള്ളത് കുംഭരാശിയിലാണ്. കുംഭരാശിയിൽ ശനി നിൽക്കുമ്പോൾ ജന്മത്തിൽ ശനിയാണ്. അപ്പോൾ കുംഭത്തിന് മുന്നേയുള്ള മകരത്തിലും അതുപോലെ മീനത്തിലും ഉള്ള നക്ഷത്രക്കാർക്ക് 7.5 ശനി ബാധകമാണ്. എന്ന് വെച്ചാൽ ഉത്രാടത്തിൽ അവസാന പാദവും, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് 7.5 ശനിയാണ് നടക്കുന്നത്. അപ്പോൾ ഉത്രാടം, തിരുവോണം, അവിട്ടം, ഇവരെ അവിട്ടത്തിലെ ആദ്യത്തെ 2 പാദക്കാർക്ക് കുറച്ച് ആശ്വാസമായി. ഇപ്പം കുംഭം ശനിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിട്ടത്തിൽ അരയും ചതയും പൂരുരുട്ടാതിക്കാർക്ക് ജന്മത്തിൽ ശനിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ കുംഭത്തിൽ ശനി വരുമ്പോൾ മീനത്തിലുള്ള നക്ഷത്രക്കാർക്ക് ശനീൻ്റെ വരവ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മീന രാശിക്കാരും മീന നക്ഷത്രക്കാരും ഇപ്പോഴേ ശനീനെ ആരാധിക്കാൻ തുടങ്ങിയാൽ ശനീൻ്റെ ആ അനുഗ്രഹം എല്ലാവർക്കും കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി ശാസ്താവിനെയും അയ്യപ്പനെയും പ്രാർത്ഥിക്കുക. ദാനധർമാദികളിൽ വളരെയധികം ശ്രദ്ധിക്കുക, ഭക്തിയോടുകൂടെ നിൽക്കുക എന്ന് മാത്രം. നീതിമാനായ ശനി നിങ്ങളുടെ കുടുംബത്തിൽ അടുത്ത ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ ആ എഫക്റ്റ് നമുക്കുണ്ടാവും. എന്നുവെച്ചാൽ കുംഭത്തിൽ ശനി നിൽക്കുമ്പോൾ മീനക്കാർക്കും ആ ശനീനെ ബഹുമാനിച്ച് ജീവിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല, നമ്മളെ ജീവിത രീതിയിൽ മാറ്റം വരുത്തുക, എന്നാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഭക്തിയോടുകൂടെ ജീവിക്കുക എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് 7.5 ശനിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തിയാൽ കൃത്യമായ മറുപടി തരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ശംഭോ മഹാദേവ.